ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് കേട്ടിട്ടിലെ സയൻസിലെ ഒരു ചെറിയൊരു മൊഡ്യൂളാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂളിലേക്ക് കിടക്കാം. നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരാണ് രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയമുള്ള കുറച്ച് രാസപ്രവർത്തനങ്ങളും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം അല്ലേ, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ വസ്തുക്കളും ദ്രവ്യത്താൽ നിർമ്മിതമാണ് അല്ലേ. നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും, കാണുന്നതും തൊടുന്നതും ഒക്കെ എല്ലാ വസ്തുക്കളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. അപ്പം അങ്ങനെ ഒരു ഡൗട്ട് വരും, എന്താണ് ഈ ദ്രവ്യം എന്ന് പറയുമ്പോൾ അല്ലേ? എന്താണ് ദ്രവ്യം? ഒന്ന് നോക്കി നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കാം. എന്താണ് അങ്ങനെ പറയുമ്പോൾ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലൊരു പെൻസിലിൻ്റെ ബോക്സ് ഒന്ന് മനസ്സിൽ സങ്കല്പിക്കും. ഒരു പെൻസിൽ ബോക്സ്. ആ പെൻസിൽ ബോക്സ് ഞാനിവിടെ വെക്കുമ്പോൾ നിലത്തടിയിൽ വെക്കുക വിചാരിക്കും, മേശപ്പുറത്ത് വെക്കുകയാണ്. അത് വെക്കുമ്പോൾ അതിനെ വെക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ടല്ലോ അല്ലേ? അതിനെ അവിടെ വെക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. അതേപോലെ ആ പെൻസിലിൻ്റെ ബോക്സിന് ഒരു മാസ് ഉണ്ടല്ലോ അല്ലേ, ഒരു കനുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ അതിനെന്തുണ്ട്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, അതേപോലെ മാസും ഉണ്ട്. അപ്പോൾ പെൻസിലിൻ്റെ ബോക്സ് എന്ത് വെച്ച് നിർമ്മിതമാണ്? ദ്രവ്യത്താൽ നിർമ്മിതമാണ് അല്ലേ. അപ്പം അതുപോലെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏത് വസ്തുവിനും നമുക്ക് എന്ത് വിളിക്കാം? ദ്രവ്യം എന്ന് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ദ്രവ്യം അല്ലെങ്കിൽ ഏതൊരു പദാർത്ഥം ആയിക്കോട്ടെ, ഏതൊരു വസ്തു ആയിക്കോട്ടെ, അതിന് 3 അവസ്ഥകളുണ്ട് അല്ലേ. പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഖരം, ദ്രാവകം, വാതകം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ. ഖരം എന്ന് പറയുമ്പോൾ സോളിഡ്, ദ്രാവകം പറയുമ്പോൾ ലിക്വിഡ്, വാതകം പറയുമ്പോൾ ഗ്യാസ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ ചിത്രം നോക്കുക. നമുക്കൊരു ഐസ് ക്യൂബ് ഉണ്ട് അല്ലേ, ഒരു ഐസിൻ്റെ കട്ട. ഈ ഐസിൻ്റെ കട്ട ഏത് അവസ്ഥയാണ്? സോളിഡാണ്, അത് ഖരമാണ് അല്ലേ. എന്നാൽ ടാപ്പിലൂടെ വരുന്ന ജലം എന്താണ്? ദ്രാവകമാണ് അല്ലെങ്കിൽ ലിക്വിഡാണ്. അതേപോലെ വെള്ളം തിളച്ചു കഴിഞ്ഞാൽ നീരാവിയായിട്ട് പോവുമല്ലോ അല്ലേ. ആ നീരാവി എന്താണ്? വാതകമാണ്, അതായത് ഗ്യാസ് ആണ്. അപ്പോൾ ഒരേ ജലം തന്നെയാണ് ഈ സോളിഡായിട്ടും ലിക്വിഡായിട്ടും ഗ്യാസ് ആയിട്ടും ഒരേ ആളാണ് അല്ലേ. അപ്പോൾ ഒരു പദാർത്ഥത്തിന് 3 അവസ്ഥയിൽ സാധാരണ നിൽക്കാൻ സാധിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ 4മതൊരവസ്ഥ കൂടിയുണ്ട്. പദാർത്ഥത്തിന് ഒരു 4മത്തൊരവസ്ഥ കൂടിയുണ്ട്. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മ. എന്താണ് പേര്? പ്ലാസ്മ. നമ്മൾ സാധാരണ നമ്മുടെ ഭൂമിയിൽ പ്ലാസ്മ എന്ന അവസ്ഥ പൊതുവെ കാണാൻ സാധിക്കില്ല. ഇത് കാണണമെങ്കിൽ അത്രയും ഹൈ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, ഉയർന്ന താപനില ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യൻ അല്ലേ, നമ്മുടെ സൂര്യനിൽ പദാർത്ഥങ്ങൾ മുഖ്യമായിട്ടും ഏത് അവസ്ഥയിലാണ് കാണുക? ഖരമായിട്ടല്ല, ദ്രാവകമായിട്ടല്ല, വാതകമായിട്ടല്ല. അവിടെ ഭയങ്കര ചൂടല്ലേ സൂര്യനിൽ, ഭയങ്കര ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ അവിടെ ഏത് അവസ്ഥയിലായിരിക്കും? പ്ലാസ്മ എന്ന അവസ്ഥയിലായിരിക്കും പദാർത്ഥം ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു പദാർത്ഥത്തിൻ്റെ 3 അവസ്ഥകൾ: ഖരം, ദ്രാവകം, വാതകം. പിന്നെ ഒരു അവസ്ഥയും കൂടിയും പേര് ഓർത്ത് വയ്ക്കുക, പ്ലാസ്മ. പ്ലാസ്മ എവിടെയാണ് കാണുക? സൂര്യനിൽ പദാർത്ഥങ്ങൾ ഏതവസ്ഥയിലാണ് ഉണ്ടാവുക? പ്ലാസ്മ എന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. പ്ലാസ്മ എന്ന് പറയുമ്പോൾ ഖരമല്ല, ദ്രാവകമല്ല, വാതകമല്ല അല്ലേ. നല്ല ഉയർന്ന താപനിലയിൽ വസ്തുക്കൾ പ്ലാസ്മ എന്ന അവസ്ഥയിലാണ് നിൽക്കുകയെന്ന് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോണത്, നമ്മൾ രാസപ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ രാസപ്രവർത്തനങ്ങൾ പ്രധാനമായി 2 തരത്തിലാണ് നടക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, പേര് ഭൗതിക മാറ്റവും അതേപോലെ രാസമാറ്റവും. ഭൗതിക മാറ്റവും രാസമാറ്റവും. ഇവിടെ താണ് കേട്ടോ, ഭൗതിക മാറ്റവും രാസമാറ്റവും. അപ്പം എന്താണ് ഈ ഭൗതിക മാറ്റം, രാസമാറ്റം? നമ്മൾ ഭൗതികം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പുറമേ ഉള്ളത് അല്ലേ. അപ്പം ഭൗതികമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ ആ പുറമേ ഉള്ളത് രൂപം മാത്രമേ മാറുള്ളൂ, ആള് മാറണില്ല. ഇപ്പോൾ നമ്മൾ ഹെയറൊക്കെ ഡൈ ചെയ്യില്ലേ, മുടി ഡൈ ചെയ്യുമ്പോൾ എന്താ? ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ മുടി പച്ച കളർ അടിക്കാം അല്ലേ. അപ്പോൾ പച്ച കളർ അടിക്കുമ്പോൾ ഞാൻ മാറുന്നില്ലല്ലോ, എൻ്റെ മുടിയുടെ നിറം മാത്രമല്ലേ മാറുന്നുള്ളൂ. അങ്ങനെ പുറമേ ഉള്ള രൂപത്തിൽ മാത്രം വ്യത്യാസം, ഉള്ളിലത്തെ ആൾ സെയിം തന്നെ, രണ്ടും സെയിം ആണ്. അതാണെന്ത്?
ഭൗതിക മാറ്റം. എന്നാൽ രാസമാറ്റം എന്ന് പറയുമ്പോഴോ മൊത്തത്തിൽ മാറി, തന്മാത്രകൾ മുതൽക്ക് അങ്ങോട്ട് മാറി മൊത്തത്തിൽ മാറുന്ന മാറ്റാണ് രാസമാറ്റം. അപ്പോൾ നമുക്ക് നോക്കാം. ഭൗതിക മാറ്റത്തിൽ പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്നില്ല. അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താ വ്യത്യാസപ്പെടുന്നത്? തന്മാത്രകളുടെ ക്രമീകരണം. അതായത് അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ആദ്യം ഒന്ന് വട്ടത്തിൽ നിർത്തി, പിന്നെ കുട്ടികൾ എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ലൈനാക്കി നിർത്തി. കുട്ടികൾ മാറുന്നുണ്ട് അവിടെ? കുട്ടികൾ മാറുന്നില്ല. എന്തേ മാറുന്നുള്ളൂ? ആ ക്രമീകരണം മാത്രം. കുറച്ചുമ്പോൾ വട്ടത്തിലായിരുന്നു, ഇപ്പം സ്ട്രെയിറ്റ് ലൈനായി. അങ്ങനെ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. ഇത് എപ്പോഴും എക്സാമിൽ ചോദിക്കാറുണ്ട്. ഒരു ഉദാഹരണം തന്നിട്ട്, അല്ലെങ്കിൽ ഭൗതിക മാറ്റത്തിൻ്റെ ഉദാഹരണം ഏത്? അപ്പോൾ ഒന്ന് ഉദാഹരണം നോക്കി നോക്കാം. മെഴുക് ഉരുകുന്നു. നമ്മൾ മെഴുകുതിരി അല്ലേ? ആ മെഴുകുതിരി ഉരുക്കിയിട്ട് ആ മെഴുക് ഇങ്ങനെ താഴത്തേക്ക് ഒലിച്ച് വരും. ആ ഒലിച്ച് വരുന്ന മെഴുകനല്ലേ? ആ ഇങ്ങനെ ഈ ഒരു നേരെ സ്ട്രെയിറ്റ് ആയിരുന്ന ആ രൂപം മാത്രമല്ലേ അവിടെ മാറുന്നുള്ളൂ. അത് മെഴുക് മാറുന്നില്ല. മെഴുക് തന്നെയാണ്, മെഴുകുതിരിയായിട്ട് മെഴുക് തന്നെയാണ്, ആ ഉരുകി വരുന്ന മെഴുക് തന്നെയാണ്. പക്ഷെ രൂപത്തിൽ മാത്രം മാറ്റം വരുന്നു. അപ്പം മെഴുക് ഉരുകുന്നത് എന്തിൻ്റെ ഉദാഹരണമാണ്? ഭൗതിക മാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. അതേപോലെ ജലം ഐസാകുന്നു. നമ്മളൊരു കുപ്പിയിൽ വെള്ളം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഐസായി മാറിയിട്ടുണ്ടാവും അല്ലേ? നല്ല ഫ്രീസറിൽ കയറ്റി വെക്കുമ്പോൾ അത് ഐസായി മാറിയിട്ടുണ്ടാവും. പക്ഷെ ഐസായി മാറിയോണ്ട് വെള്ളം തന്നെയല്ലേ അത്? അതിൻ്റെ രൂപം മാത്രമല്ലേ അതിന് മാറിയിട്ടുള്ളൂ. അതിലെ ബാക്കിയൊന്നും സ്വഭാവമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ജലം ഐസാവുന്നത് എന്തിനുദാഹരണമാണ്? ഭൗതിക മാറ്റത്തിൻ്റെ ഉദാഹരണമാണ്. അപ്പം എന്തുകൂടി ഉണ്ടാവും? ഐസ് ഉരുകുന്നു. ഐസ് ഉരുകലും എന്താണ്? ഭൗതിക മാറ്റമാണ്. ഈ ഭൗതിക മാറ്റം ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. കാരണം ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ നമുക്കത് തിരിച്ചാക്കാൻ പറ്റും, റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ജലം ഐസാകുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഐസിനെ വീണ്ടും ജലാക്കിക്കൂടെ? തിരിച്ചാക്കിക്കൂടെ? അപ്പോൾ അങ്ങോട്ട് നടന്ന കാര്യം തിരിച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അത് ഭൗതിക മാറ്റത്തിൻ്റെ ഉദാഹരണമാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ രാസമാറ്റം എന്തായിരിക്കും? ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. എങ്ങനെയാണ്? കുറച്ചു മുന്നേ എന്തായിരുന്നു? രൂപം മാത്രം മാറിയിരുന്നു. ഇവിടെ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറിയാൽ അത് ഏത് മാറ്റമാണ്? രാസമാറ്റമാണ്. ഇവിടെ എന്തുണ്ടാകുന്നു? പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വിറക് കത്തുന്നു. നമ്മൾ അടുപ്പത്തിൽ വിറക് വെച്ച് കഴിഞ്ഞാൽ നല്ല കത്തിക്കഴിഞ്ഞാൽ രൂപം മാത്രമാണോ മാറുന്നത്? ആ വിറക് എന്തായിട്ട് മാറും? കരിയായിട്ട് മാറും അല്ലേ? കരിയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പം എന്താണ്? സാധനയും മാറി അല്ലേ? വിറക് മാറിയിട്ട് കരിയായി മാറി. അപ്പം ഇതെന്ത് മാറ്റാണ്? രാസമാറ്റാണ്. ഇപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പോന്നു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉപ്പേരി കരിയായി മാറിയിട്ടുണ്ടാവും, കറുത്ത മാറിയിട്ടുണ്ടാവും. അത് നമുക്ക് തിരിച്ചാക്കാൻ പറ്റുമോ? ഈ വിറക് കത്തിച്ചാൽ ആ കരി വെച്ച് നമുക്ക് വീണ്ടും വിറകുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം തിരിച്ചാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്ത് മാറ്റാണ്? രാസമാറ്റാണ്. വേറൊരു ഉദാഹരണം, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നു അല്ലേ? തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചതേപോലെ ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അതെന്ത് മാറ്റാണ്? രാസമാറ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ തന്മാത്രകളുടെ ക്രമീകരണം മാത്രമാണ് മാറുന്നത്. രാസമാറ്റം എന്ന് പറഞ്ഞാൽ ആളെ മാറി, പുതിയ തന്മാത്രകൾ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ ഓർത്ത് വയ്ക്കുക, കാര്യം മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ഈ പദാർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു, ഖരമുണ്ട്, ദ്രാവകമുണ്ട്, വാതകമുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഇവയിൽ കണികാ ക്രമീകരണം എങ്ങനെയായിരിക്കും? എന്ത് കണികാ ക്രമീകരണം എന്ന് പറഞ്ഞാൽ അതിലെ തന്മാത്രകളുടെ ക്രമീകരണം അതെങ്ങനെയായിരിക്കും? നമുക്ക് ചെറിയ ലോജിക്ക് വെച്ച് നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. തന്മാത്രകൾ തമ്മിലുള്ള അകലം. ഒന്നാമത്തെ കോളം ഖരത്തിൻ്റെയാണ്, 2 ദ്രാവകം, 3 വാതകം കേട്ടോ. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം. ഇപ്പോൾ ഒരു ഖരം അളയ്ക്കുക, ഒരു ഐസിൻ്റെ ക്യൂബ്. ഈ ഐസിൻ്റെ ക്യൂബ് ഭയങ്കര പാക്ക്ഡ് ആയിരിക്കും അല്ലേ? ഭയങ്കര ടൈറ്റ്ലി പാക്ക്ഡ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു കുറേ വെള്ളം ഒരു പാത്രത്തിലാക്കി ഐസാക്കാൻ വെച്ചു. ഐസാകുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു കട്ടയിട്ടാവും അല്ലേ? അപ്പം എല്ലാ കണികകളും തമ്മിൽ, അതിനുള്ളിലത്തെ പാർട്ടിക്കിൾസ് തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരിക്കും. അപ്പം ഖരത്തിൽ അല്ലെങ്കിൽ സോളിഡിൽ പാർട്ടിക്കിൾസ് തമ്മിൽ, കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. പക്ഷെ വെള്ളമായി കഴിഞ്ഞാലോ, വെള്ളത്തിൽ കുറച്ചും കൂടി ലൂസാണ് അല്ലേ? അവരെ നമ്മൾ ഐസും കഷ്ണം വെച്ച് നോക്കുമ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലൂസാണ്. അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം
ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ്, ഇത് വളരെ കുറവായിരുന്നു, ഇത് കുറവ്. അപ്പം അങ്ങനെയാണെങ്കിൽ വാതകമാണെങ്കിലോ, വാതകം പറഞ്ഞാൽ ഫ്രീ ആയി പോണ ആളാണ് അല്ലേ. അപ്പോൾ അത് തമ്മിൽ അകലം എങ്ങനെയായിരിക്കും? ഒരു പദാർത്ഥം വേറൊരു പദാർത്ഥം തമ്മിൽ അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ആകർഷണ ബലോ, ഇവിടെ അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് ഭയങ്കര ആകർഷണം അല്ലേ. അപ്പോൾ ഇവിടെ അകലം വളരെ കുറവായിരുന്നു, അപ്പോൾ ആകർഷണം എന്തായിരിക്കും? വളരെ കൂടുതൽ. ഇവിടെയോ ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവാണ്. ഇവിടെയോ വാതകത്തിലോ ഇത് ഭയങ്കര ഡിസ്റ്റൻസാ, ഒരു കണിക എവിടെയാണെങ്കിൽ ഒരു കണിക എവിടെ ആയിരിക്കും. അപ്പോൾ ആകർഷണം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും, വളരെ കുറവ്. അങ്ങനെയാണെങ്കിൽ ചലനവേഗം, ചലനവേഗം ഖരത്തിലാണെങ്കിൽ ആലോചിക്കുക, ഐസും കഷ്ണം ആലോചിക്കുക, ഐസും കഷ്ണം വേഗം ഉരുണ്ടു പോവോ? ഇല്ല, വളരെ കുറവാണ്. എന്നാൽ വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ പോകാൻ പറ്റും അല്ലേ, അപ്പോൾ കൂടുതൽ. വാതകമാണെങ്കിലോ വളരെ സ്പീഡിൽ പോവും, അപ്പോൾ വളരെ കൂടുതൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഊർജം, ഊർജം എന്ന് പറഞ്ഞാൽ എനർജി അല്ലെ, ചലിക്കുമ്പോഴല്ലേ ഊർജ്ജം ആവശ്യമുള്ളൂ. അപ്പം നമുക്കറിയാം ഖരത്തിൽ ചലനം കുറവാണ്, അപ്പോൾ ഊർജം എന്തായിരിക്കും? വളരെ കുറവാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? വാതകത്തിലേക്കാണ്. വാതകം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവില്ലേ, പെട്ടെന്ന് ചലിക്കും. അപ്പം എന്ത് കൂടുതലായിരിക്കും? ഊർജം കൂടുതലായിരിക്കും. ഇതിന് രണ്ടിൻ്റെയും ഇടയിലായിരിക്കും ആര്? നമ്മുടെ ദ്രാവകത്തിൻ്റെ ഊർജം ഉണ്ടാവുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ടേം ശ്രദ്ധിച്ച് വെക്കുക. ഈ വാക്കാണ് ഉത്പതനം. എന്താണ് ഉത്പതനം എന്ന് പറയുമ്പോൾ? ഉത്പതനത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സബ്ലിമേഷൻ. എന്താണ് ഇംഗ്ലീഷ് വാക്ക്? സബ്ലിമേഷൻ. ഉത്പതനം എന്ന് പറയുമ്പോൾ എന്താണ്? സബ്ലിമേഷൻ ആണ്. അപ്പം എന്താണ് ഈ സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നമുക്കറിയാം സാധാരണ ഒരു ഐസ് എന്ന് പറയുമ്പോൾ ഏത് അവസ്ഥയാണ്? ഖരാവസ്ഥ. ഈ ഐസ് ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും, അതായത് ദ്രാവകമായിട്ട് മാറും. ആ വെള്ളം ചൂടാക്കിയാലോ അത് വാതകമായിട്ട് മാറും അല്ലേ. ഖരം ചൂടാക്കിയ ദ്രാവകം, ദ്രാവകം ചൂടാക്കിയ വാതകം, അതെല്ലാവർക്കും അറിയാലോ. പക്ഷെ ചില വസ്തുക്കൾ, പൊതുവെ എല്ലാ വസ്തുക്കളും ഖരം, ദ്രാവകം, വാതകം ആ ഓർഡറിൽ ചൂടാക്കുമ്പോൾ പോവുക. പക്ഷെ ചില വസ്തുക്കൾ ശ്രദ്ധിക്കുക, ഖരാവസ്ഥയിൽ നിന്നും നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറും. ഇങ്ങനെ നോക്കൂ, ഈ അവസ്ഥ അല്ലേ, ഈ ഖരാവസ്ഥയിൽ നിന്നും നേരെ എവിടേക്ക് പോവും? വാതകാവസ്ഥയിലേക്ക് പോവും. അതായത് ദ്രാവകം എന്ന് പറഞ്ഞൊരു അവസ്ഥ അവിടെ ഉണ്ടാവില്ല. അങ്ങനത്തെ വസ്തുക്കളെ ആ ഒരു പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഉത്പതനം. ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഉത്പതനം. അപ്പം നോക്കുക, ഉദാഹരണം ശ്രദ്ധിക്കണം. കർപ്പൂരം, നാഫ്തലീൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്നു. നിങ്ങൾ കണ്ടില്ലേ കയ്യിലൊക്കെ വെച്ച് കർപ്പൂരം കത്തിക്കേണ്ട ആൾക്കാർ? കാരണം എന്താ? കൈ പൊള്ളില്ല. കാരണം എന്താ? കൈ പൊള്ളണമെങ്കിലേ അവിടെ ദ്രാവകമായിട്ട് മാറണം, അതിൽ പൊള്ളുള്ളൂ. ഇത് കത്തിക്കുമ്പോൾ കർപ്പൂരം എന്ത് ചെയ്യും? നേരെ വാതകമായിട്ട് പോകും. അപ്പോൾ നമ്മുടെ കൈയുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുന്നില്ല, അപ്പോൾ നമ്മുടെ കൈ പൊള്ളില്ല. അപ്പോൾ ഈ കർപ്പൂരം, നാഫ്തലീൻ തുടങ്ങിയ വസ്തുക്കൾ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല, അവിടെയൊക്കെ എന്തായിട്ട് പോയിട്ടുണ്ടാവും? വാതകമായി പോയിട്ടുണ്ടാവും. അപ്പം ചില ഖരവസ്തുക്കൾ ദ്രാവകമാവാതെ നേരെ എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ആ ഒരു പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഉത്പതനം. എങ്ങനെയാണ് ഖരവസ്തുക്കൾ വാതകമായി മാറുക? ഖരം, വാതകം, അതായത് സോളിഡ് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിലേക്ക് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഉത്പതനം. ആ പേരൊന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി കേട്ടോ. ഉദാഹരണം കൂടി ഓർത്ത് വയ്ക്കുക. കർപ്പൂരം, നാഫ്തലീൻ, ഇതൊക്കെയാണ് ഉത്പതനത്തിൻ്റെ ഉദാഹരണം. അപ്പം നമുക്ക് മനസ്സിലായി, ഒരു പദാർത്ഥം ഒരവസ്ഥയിൽ നിന്ന് ചൂടാക്കുമ്പോഴോ തണുപ്പിക്കുമ്പോഴോ വേറെ അവസ്ഥയിലേക്ക് മാറും അല്ലേ. ഇപ്പോൾ ഒരു ഖരം, ഒരു ഐസിൻ്റെ ക്യൂബ് നമ്മൾ ചൂടാക്കി എന്തായിട്ട് മാറും? അത് ദ്രാവകമായിട്ട് മാറും, അത് വെള്ളമായിട്ട് മാറും. അത് വീണ്ടും ചൂടാക്കിയാലോ വാതകമായിട്ട് മാറും അല്ലേ, നീരാവിയായിട്ട് മാറും. അതേപോലെ തിരിച്ചും നീരാവി തണുപ്പിച്ച് എന്തായി കിട്ടും? ദ്രാവകം കിട്ടും. ദ്രാവകം തണുപ്പിച്ച് എന്തായി കിട്ടും? ഖരം കിട്ടും അല്ലേ. നമ്മൾ വാട്ടർ വേപ്പർ, നീരാവി തണുപ്പിച്ചാൽ അത് വെള്ളമായി മാറും, വെള്ളം തണുപ്പിച്ചാൽ എന്തായി മാറും? ഐസായി മാറും. അങ്ങോട്ട് ചൂടാക്കുക, ഇങ്ങോട്ട് എന്ത് ചെയ്യുക? തണുപ്പിക്കുക. അപ്പം ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് പദാർത്ഥം വേറെ അവസ്ഥയിലേക്ക് മാറുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്? അവസ്ഥാ പരിവർത്തനം. എന്താ പേര്? അവസ്ഥാ പരിവർത്തനം. എളുപ്പമാണ്,
ഒരു അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയ്ക്ക് മാറുക. ഒന്നെങ്കിൽ എന്താവുക, ലിക്വിഡ് സോളിഡ് ആവുക, സോളിഡ് ലിക്വിഡ് ആവുക, ലിക്വിഡ് ഗ്യാസ് ആവുക. അതായത് ഉള്ള അവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയ്ക്ക് മാറുക. ആ മാറ്റത്തിന് വിളിക്കുന്ന പേരാണ് അവസ്ഥാ പരിവർത്തനം. അങ്ങനെയാണെങ്കിൽ അവസ്ഥാ പരിവർത്തനം രാസമാറ്റമാണോ ഭൗതിക മാറ്റമാണോ? എന്താണ്? ഭൗതിക മാറ്റം. കാരണം അവിടെ ആള് മാറുന്നില്ല, രൂപം മാത്രമേ മാറുന്നുള്ളൂ. പൈസ വെള്ളമായാലും വെള്ളം ഐസായാലും രൂപം മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ ചോദ്യം വരും, അവസ്ഥാ പരിവർത്തനം എന്ത് മാറ്റമാണ്? എന്ത് മാറ്റാണ്? ഭൗതിക മാറ്റാണ്. എന്ത് മാറ്റമല്ല? രാസമാറ്റം അല്ല. അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. പ്രപഞ്ചത്തിൽ നമുക്കറിയാം എല്ലാ വസ്തുക്കളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഉള്ളതും അതേപോലെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ഏതെയും നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ദ്രവ്യം എന്ന് വിളിക്കാൻ പറ്റും. പിന്നെ പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം. ഒരു നാലാമത്തെ അവസ്ഥ കൂടിയുണ്ട്, അതാണ് എന്ത്? പ്ലാസ്മ. അത് കഴിഞ്ഞാലോ 2 തരം മാറ്റമുണ്ട്, രാസമാറ്റമുണ്ട്, ഭൗതിക മാറ്റമുണ്ട്. രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പദാർത്ഥങ്ങളെ മാറിപ്പോ പുതിയ തന്മാത്രം ഉണ്ടാവുന്നതാണ് രാസമാറ്റം. എന്നാൽ ആ കണികകളുടെ ക്രമീകരണം മാത്രം മാറുമ്പോൾ വരുന്ന മാറ്റമാണ് ഭൗതിക മാറ്റം. അപ്പം എപ്പോഴും ഓർക്കുക, ഭൗതിക മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഐസ് വെള്ളമായി നമുക്ക് വെള്ളത്തെ ഐസാക്കാൻ പറ്റും അല്ലേ? റിവേഴ്സിബിൾ ആണ്. പക്ഷെ രാസമാറ്റം ഇറിവേഴ്സിബിൾ ആണ്, റിവേഴ്സ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പം ഇരുമ്പ് തുരുമ്പിച്ച് കഴിഞ്ഞാൽ തുരുമ്പിച്ച് തന്നെ, പിന്നെ നമുക്ക് തുരുമ്പിച്ച ഇരുമ്പിനെ ഫ്രഷ് ഇരുമ്പാക്കി മാറ്റാൻ പറ്റില്ല. അപ്പം അത് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു കണികാ ക്രമീകരണം എങ്ങനെയാണ്, നമുക്ക് ആലോചിച്ചാൽ കിട്ടും അല്ലേ? ഖരം എന്ന് പറയുമ്പോൾ അകലം കുറവായിരിക്കും, ആകർഷണം കൂടുതലായിരിക്കും, ചലനം കുറവായിരിക്കും. അപ്പം എന്താവും? ഊർജവും കുറവായിരിക്കും അല്ലേ? ചലിക്കുമ്പോഴല്ലേ ഊർജ്ജം ആവശ്യമുള്ളൂ. ഖരം എന്ന് പറയുമ്പോൾ ചലിക്കേണ്ട ആവശ്യം വരുന്നില്ല അതിന്. അപ്പം എന്തുണ്ടാവില്ല, അതിൽ ഊർജം കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിൽ പുതിയ ടേം വന്നത് ഉത്പതനം. ഉത്പതനം അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് സബ്ലിമേഷൻ. ഉത്പതനം, സബ്ലിമേഷൻ. അതെന്താണ്? സാധാരണ എല്ലാ വസ്തുക്കളും ഖരാവസ്ഥയിൽ നിന്ന് ചൂടാക്കുമ്പോൾ ദ്രാവകമായിട്ട് മാറും. ആ ദ്രാവകം പിന്നെ എന്തായിട്ട് മാറും? വാതകമായി മാറും. പക്ഷേ കർപ്പൂരം, നാഫ്തലിൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് എന്തായി മാറും? വാതകാവസ്ഥയിലേക്ക് മാറും. ആ ഒരു മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഉത്പതനം. പിന്നെ നമ്മൾ പറഞ്ഞു ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറുന്നതിനെ എന്താ നമ്മൾ വിളിക്കുക? അവസ്ഥാ പരിവർത്തനം. അതെന്ത് മാറ്റമാണ്? അതൊരു ഭൗതിക മാറ്റമാണ്. അപ്പോൾ ഈ ചെറിയൊരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ ഇത്ര ഭാഗം വളരെ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.